ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ ക്രിസ്മസിന് മുന്നേ സ്റ്റാർ ഉണ്ടാക്കുന്നതും പിന്നെ ലൈറ്റ് ഇടുന്നതും ഒക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോയാണ്. ഞാൻ ഈ സ്റ്റാർ ഉണ്ടാക്കിയ സ്റ്റാറാണ്. ആദ്യം ഞാൻ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റാർ വാങ്ങിച്ചിട്ടിരുന്നു. പക്ഷേ എനിക്കെന്തോ അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തോ അതിനൊരു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് ശരിയായില്ല, അത് മാറ്റി പിന്നെ രണ്ടാമത് ഇത് ഉണ്ടാക്കിയതാണ് ഞാൻ. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം അത് ചീകി ഒരുക്കണ സമയത്തെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അവസാനം എത്തിയപ്പോഴാണ് ഓർത്തത്. അപ്പോൾ പിന്നെ ഞാൻ പോയി വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 2 ഏഞ്ചൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഏഞ്ചൽസിനെ ഉണ്ടാക്കിയത് ഒരു ഏഞ്ചലിനെ ഉണ്ടാക്കിയത് ശരിയായില്ല, അത് ഒടിഞ്ഞു പോയി. പിന്നെ രണ്ടാം പ്രാവശ്യം കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായി വന്നു. ഇങ്ങനെയല്ല അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് അത് നല്ല ഭംഗിയായത് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു കൈക്കകത്തൊരു ഉണ്ണി ഇരിക്കുന്ന പോലത്തെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, നന്നായി വന്നു. പിന്നെ ഇതാണ് എൻ്റെ ക്രിബ്. ഇത് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് കരോൾ വന്നു, അതിൻ്റെയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് എൻ്റെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. വാം ലൈറ്റ് ഇട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് സാധാരണ നമ്മൾ മേടിക്കുന്ന സ്റ്റാറല്ലേ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം അതുകൊണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ പുറത്ത് ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ടു. ഇതിൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, ഈ ഒരു ചെടിയിൽ മാത്രം കുറച്ച് ലൈറ്റ് ഇട്ടു, വേറെ ഒന്നും ഇട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ക്രിസ്മസ് കാലം. നിങ്ങൾക്കൊക്കെയോ? ഈ ക്രിസ്മസ് കാലം ഭയങ്കര രസമല്ലേ? നമുക്കിങ്ങനെ ഒരുക്കങ്ങളും അതിന് ഒക്കെ നല്ല രസമല്ലേ? ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് ക്യാരൽ വന്നതാണ്. അവരൊരു 3-4 പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു. നമ്മുടെ വികാരിയച്ഛനും കമ്മിറ്റിയിലെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ വരത്തുള്ളായിരുന്നേ. കുറച്ച് കമ്മിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരും കുറച്ച് കുട്ടികളും ഒക്കെ. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് അമ്മമാരും കുട്ടികളും ഒക്കെ കൂടി അവർ പാട്ടൊക്കെ നേരത്തെ ഇരുന്ന് പഠിച്ച് നല്ല രസമാണ്. 3-4 പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമാണ്. ഇവർ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കും ഇവർ വരുന്നതിന് മുന്നേ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും ഒക്കെ കൂടി നല്ല രസം. ഇവരെപ്പോൾ വരും നോക്കി ഇങ്ങനെ ഇരിക്കും. ഇവർ വരാറായോ അങ്ങനെ നോക്കിയിരിക്കുന്നു ഒക്കെ നല്ല രസം. അവർ വന്നപ്പോൾ ഏകദേശം രാത്രി ഒരു 10:45 ആയി. അപ്പം വൈകുന്നേരം 6 തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എപ്പോൾ വരും. അപ്പം നമ്മുടെ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ദൂരമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുറച്ച് പേര് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ പള്ളിയുടെ അടുത്തൊക്കെ ഉള്ളത്. അപ്പം ഓരോ ദിവസവും ഓരോ ഏരിയയിലേക്കായിരുന്നു. അങ്ങനെ നമ്മളുടെ ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവിടെ ലാസ്റ്റ് ആയിരുന്നു തോന്നുന്നു ഞങ്ങളുടെ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് 10:45 ഇവിടെ വന്നപ്പോൾ. അല്ല, ലാസ്റ്റ് അല്ല, അത് കഴിഞ്ഞ് പിന്നെ 1-2 സ്ഥലത്തും കൂടെ പോയെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ വന്ന 1-2 പള്ളിയിലുള്ള കൂട്ടുകാരൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് സ്റ്റാർ കാണാൻ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഉണ്ടാക്കിയിട്ടല്ല, നമ്മളുടെ കൈ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തോടുകൂടി ഒരു സാധനം ഇങ്ങനെ ഒരുക്കി ഉണ്ടാക്കി അതിൻ്റെ എല്ലാവരും നല്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ക്രാഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിടുന്ന ഓരോ സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഞാൻ അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ പാട്ടൊക്കെ പാടി അവർ സ്നാക്സൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അവർ പോയി. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ.